നമസ്കാരം. എഴുത്തിലെ സത്യസന്ധതയുടെ ആഴം കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരാത്മകഥ മലയാളത്തിലുണ്ട്. NN പിള്ളയുടെ ഞാൻ. ജീവിതത്തിന്റെ സുന്ദരവും വിരൂപവും നീചവും ഉത്കൃഷ്ടവുമായ മുഖങ്ങളുടെ പച്ചയായ ആവിഷ്കാരം. ഇത്തരമൊരു തുറന്നെഴുത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം അതിനുള്ളിൽ കുറിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കടമാനും കാട്ടുപന്നിയും പെറ്റുകിടന്ന റായ്പൂർ മലകളിലെ ശിലാനിക്ഷേപങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വെട്ടിനീക്കിയ കൽത്തുണ്ടങ്ങളിൽ വളരെ കുറച്ചു മാത്രം തിരഞ്ഞെടുത്ത് ആയിരക്കണക്കിന് ശില്പികൾ വർഷങ്ങളിൽ കൂടി ചെത്തി മിനുക്കി അടിച്ചൊരുക്കിയതാണ് താജ്മഹൽ എന്ന വിശ്വോത്തര ശില്പകാവ്യം. അന്ന് അരിഞ്ഞിറക്കിയ മാർബിൾ കല്ലുകളെല്ലാം കൂട്ടി വീണ്ടും അടുക്കി കൂട്ടിയിരുന്നെങ്കിൽ താജ് എന്ന കലാസൃഷ്ടിക്ക് പകരം മറ്റൊരു മലയാകുമായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ജീവിച്ച ഞാനും ഒരു മലയാണ്. പ്രാകൃതമാണ്, വികൃതമാണ്, അസുന്ദരമാണ്, വിലയില്ലാത്ത കാട്ടുകല്ലുകളുടെ കൂമ്പാരമാണ്. ആ എന്നിലെ എന്നെ സൃഷ്ടിച്ചത് ആ മഹാമേരുവിൽ നിന്ന് തെരഞ്ഞെടുത്ത് തേച്ചു മിനുക്കി വെച്ച അപൂർവം ചില ശിലാഖണ്ഡങ്ങളാണ്. അതിന്റെ കുംഭഗോപുരം ഇനിയും പൂർത്തിയായിട്ടില്ല. എങ്കിലും കൗതുകകരമായ ഒരു പ്രേരണ കൊണ്ട് അനവസരത്തിലായാൽ പോലും ആ അപൂർണ ശില്പത്തിന്റെ ആണിക്കല്ല് മുതൽ മേലോട്ട് ഞാനൊന്ന് അളന്നു നോക്കുകയാണ്. പല കല്ലുകളും ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്താൽ ഭംഗിയുള്ളതല്ല. ചിലതെല്ലാം ഭീഭത്സമായിരിക്കാം, മറ്റു ചിലത് സഭ്യേതരമായ ആകൃതിയോടുകൂടിയവ ആയിരിക്കാം. എന്തു ചെയ്യാം? അതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഞാൻ. ശരിക്കും എത്രയെത്ര വൈകാരിക പ്രക്ഷുബ്ധതകളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോവുക. മഴുവെച്ചും ഉളിവെച്ചും ഒക്കെ ഇങ്ങനെ വലുതും ചെറുതുമായ കൊത്തലുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ നഷ്ടങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഹീനവും ഉദാത്തവുമായ എത്രയധികം വ്യത്യസ്ത ഭാവങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ കടന്നു പോകുക. എന്നിട്ടും എത്രമേൽ ജഡ്ജ്മെന്റലായിട്ടാണ് നാം ജീവിക്കുന്നത്. സ്വന്തം കണ്ണിൽ കോലിരിക്കെ എത്ര അനായാസമായിട്ടാണ് അവരനെ തിരുത്തുക. ഒരുപക്ഷെ സ്വയം ഒന്ന് കാണാൻ നേരമെടുക്കാത്തത് കൊണ്ടാവും പ്രിയരെ നാം ഇങ്ങനെ ആയിപ്പോവുക. ഞാൻ എന്നെ അന്വേഷിച്ചു തുടങ്ങേണ്ട നല്ല നേരമാവണം നോമ്പിൻ്റെത്. നിശ്ചയമായും മറ്റുള്ളവരാൽ അറിയപ്പെടുന്നതും ഞാൻ സ്വയം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി വച്ചിരിക്കുന്നതുമായ ഈ സോക്കോൾഡ് ഞാനല്ല യഥാർത്ഥത്തിലെ ഞാൻ എന്ന ഒരു സ്വയ അവബോധം തിരികെ നേടിയാൽ പിന്നെ നമുക്കാരെയും വിധിക്കാനാവില്ല. കാരണം ഋതുഭേദങ്ങൾ പാകപ്പെടുത്തുന്ന ഈ കേവലം ഒരു പിടി മണ്ണിൽ അവനൂതിയ ശ്വാസമോർത്താൽ നമുക്കതിനാവില്ല പ്രിയരെ. നാവുകൊണ്ട് ഇനിമേൽ പാപം ചെയ്യരുത് നാം. നമസ്കാരം.